നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ ഇങ്ങനെ കുത്തി നോവിച്ചും പഴി ചാരേണ്ട സമയമല്ല ഇത്. പപ്പിമോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. അതിനെല്ലാരും കൂടി ഒത്തൊരുമിച്ച് നിന്നാലേ പറ്റൂ. വിഷ്ണു, നീ ഇതിൽ ഇടപെടരുത് കേട്ടോ. സ്നേഹത്തോടെ പറയാനൊക്കെ സത്യാമ്മയ്ക്ക് അറിയാൻ പാടില്ല. സത്യേ, എന്നാ നമുക്ക് കഴിക്കാം. സത്യക്ക് ഇവിടെ സുഖമല്ലേ? ഒരാളും വഴക്കിന് വരില്ലല്ലോ. പപ്പിയോട് ആരാ അവിടെ വഴക്കിന് വരുന്നത്? വേറെ ആരാ? കാർത്തികാന്റെ തന്നെ. ഭയങ്കര അഹങ്കാരിയാ. അതൊക്കെ ഇപ്പൊ തീരും പപ്പി. ബിഗ് ഫ്രണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ കാർത്തിയാനിക്ക് പിന്നെ അവിടെ നിക്കാൻ പറ്റൂ? ആ വീട്ടിൽ നിന്ന് പോയാ മതിയായിരുന്നു. പപ്പി കഴിക്ക്. പിള്ളെ കാണുന്നില്ലടോ. താനും കൂടെ പോയി തിരക്കടോ എവിടെയെങ്കിലുമൊക്കെ. എനിക്ക് ആവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങിയേനെ. ആരെ ആശ്രയിക്കില്ലായിരുന്നു. സാറ് വിഷമിക്കണ്ട, അവരൊക്കെ പോയിട്ടുണ്ടല്ലോ. സാറ് വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടണ്ട. ഹലോ, എന്നാലും പപ്പി ഇത് എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? പറഞ്ഞ പോലെ ഇനി ഭിക്ഷക്കാരുടെ കയ്യിൽ വല്ല പെട്ടു കാണുമോ? ഞാൻ വിളിക്കാം. വിഷ്ണു ഒന്ന് വന്നാട്ടെ. എടാ, എന്താ ഇടാ പപ്പിയുടെ വിവരം വല്ലതും? തിരക്കാവുന്ന സ്ഥലത്തൊക്കെ തിരക്കി. എല്ലാരും പറയുന്ന ഒറ്റ കാര്യ, കണ്ടിട്ടില്ല, അറിയില്ല. ഇനി എന്ത് ചെയ്യൂടാ? അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തിരക്കി. അവിടെ എങ്ങും എത്തിയിട്ടില്ല. ഇനി പപ്പിമോക്ക് എന്തെങ്കിലും അപകടം? അങ്ങനെ ചിന്തിക്കാറോ പിള്ളേ? അങ്ങനെ സംഭവിക്കില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അച്ഛനെ വിളിച്ചേ എന്റെ മോൾ ഉടനെ എന്റെ അടുത്ത് വരും. അങ്ങനെ ഒരു ഉറപ്പും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ രാഘവേട്ട? എല്ലായിടത്തും അന്വേഷിക്കട്ടെ, ഹോസ്പിറ്റലിൽ വരെ. അങ്ങനൊന്ന് ചിന്തിക്കില്ലേ ഭാമേ? അവൾക്കൊരു അപകടവും പറ്റില്ല. ദേ, അങ്ങനെ സമാധാനിക്കണം. അയ്യോ രാഘവേട്ട, അങ്ങനെ സംഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെയും ചിന്തിക്കണമെന്നാ പറഞ്ഞത്. നമ്മളിപ്പോ പപ്പിയെ തിരക്കി നടക്കുന്നത് പോലെ ഹോസ്പിറ്റലുകാർ കുട്ടിയുടെ ബന്ധുക്കളെയൊക്കെ തിരക്കി നടക്കുന്നുണ്ടെങ്കിലോ? ഹലോ, എങ്ങനെ ഇതൊക്കെ സംഭവിക്കാതിരിക്കും? മനസ്സ് നിറയെ കള്ളത്തരം കൊണ്ടല്ല അവളുടെ അമ്മ നടക്കുന്നത്. അപ്പൊ അതിനേക്കാൾ വലിയ കള്ളത്തരം കുട്ടികൾ കാണിക്കത്തില്ലേ? ഭാമേ, ഈ സാഹചര്യത്തിൽ ഇങ്ങനൊന്നുമല്ല സംസാരിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? ഇവിടെയുള്ളവരെ മുഴുവൻ ചതിച്ചവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാ അത്. അത് നമ്മളും കൂടി അനുഭവിക്കണമെന്ന് മാത്രം. അമ്മ മതി, നിർത്ത്. ശിക്ഷയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു.
സത്യമേ, ഇവക്കൊരു തെറ്റുപറ്റി. അതിന് ഇവൾക്ക് മാപ്പ് കൊടുക്കണം. ഈ വീട്ടിൽ കഴിയേണ്ട കുട്ടിയാ ഇവള്. ശാലിനിയുടെ ഗതി എന്റെ ഈ മോക്കം ഉണ്ടാവരുത്. അത് നിങ്ങളുടെ സൽപുത്രിമാരെ കൂടി ആലോചിക്കണമായിരുന്നു ഗോപാലകൃഷ്ണ. ഇപ്പൊ എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഇവളെയും കൂടി ഈ മുറ്റത്തേക്ക് വന്നത്? ശ്യാമേ, നിന്നിൽ നിന്ന് ഇങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. രോഹിത്തെ, ഞാനിത് പറഞ്ഞു കൊടുക്കട അവക്ക് അങ്ങോട്ട്. അമ്മേ, ലോഹിതേ മതി, നിർത്ത്. നമ്മൾ ഇങ്ങനെ കുത്തി നോവിച്ചും പഴി ചാരേണ്ട സമയമല്ല ഇത്. പപ്പിമോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. അതിനെല്ലാരും കൂടി ഒത്തൊരുമിച്ച് വന്നാലേ പറ്റൂ. വിഷ്ണു, നീ ഇതിൽ ഇടപെടരുത് കേട്ടോ. സ്വന്തം മോളെ പോലും ശ്രദ്ധിക്കാതെ കുഞ്ഞേച്ചിക്ക് വേണ്ടി കള്ളാഭിനയം കാണിച്ചോണ്ട് പോയി കിടക്കണേ ആ കട്ടില്ല. നീ ഒറ്റ എടുത്ത് കാരണം പപ്പിമോള് പോയത്. നിനക്ക് നിന്റെ മോളെ വേണ്ടല്ലോ, കുഞ്ഞേച്ചിയെ മതിയല്ലോ. അവിടെ ഒരു കുഞ്ഞേച്ചി. എന്നാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാടി? ആ മൂദേവിയും കെട്ടിപ്പിടിച്ചോണ്ട് ആ വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഇറങ്ങി പോടി. സത്യമേ, സത്യമേ, ഞാൻ കാല് പിടിക്കാം. സത്യമേ, ദേവി ഇത് എന്നെ തോട്ടു പോവരുത് തന്നെ. പോ. മോളെ, അമ്മേ, പോടാ. സത്യമേ, അവള് ക്ഷമ ചോദിച്ചു. പിന്നെ പപ്പിമോൾ എവിടെയാണെന്ന് പോലും അറിയാതെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുമ്പോ ഇവക്കങ്ങനെ അവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റും? പപ്പിമോളുടെ അമ്മയാ ഇവള്. പെറ്റമ്മയുടെ അത്രയും സങ്കടം എന്തായാലും മറ്റുള്ളവർക്കുണ്ടാവില്ല. ഓ, എന്നാലും ഇവളുടെ ശ്യാമേ, ഈ സമയത്ത് ശ്യാമ ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.